ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കണ്ണൂർ ഫുഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇഫ്താറിന് ഉണ്ടാക്കാൻ പറ്റിയ സിമ്പിളും ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ച് റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസിലേക്ക് പോകാം. ഇനി നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചെറുതായി കട്ട് ചെയ്ത ചിക്കനിലേക്ക് ആവശ്യത്തിന് ഉപ്പും 2 ടേബിൾ സ്പൂൺ ടിക്ക മസാലയും ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ 2 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈയിങ് പാനിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. 10 മിനിറ്റ് മതി ഇത് ഫ്രൈ ആയി കിട്ടാൻ. അപ്പോൾ നന്നായി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായി സ്പൂൺ വെച്ച് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ എഗ്ഗ് മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് റെഡിയായി കഴിഞ്ഞു. ഇനി ബ്രെഡ് എടുത്ത് അതിൻ്റെ 4 സൈഡ് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഓംലെറ്റ് 4 കഷ്ണങ്ങളായി മുറിച്ചെടുക്കാം. ഇതേപോലെ ഒരു പീസ് ഓംലെറ്റ് ആണ് നമ്മൾ ഒരു സാൻഡ്വിച്ചിൽ വെക്കാൻ പോകുന്നത്. അതേപോലെ 4 സാൻഡ്വിച്ച് ഈ ഒരു ഓംലെറ്റിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇനി ഒരു ബ്രെഡ് എടുത്ത് അതിലേക്ക് മയോണൈസ് പുരട്ടി കൊടുക്കാം. അതേപോലെ കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് ലെറ്റൂസ് വെച്ച് കൊടുക്കാം. അതേപോലെ കട്ട് ചെയ്ത് വെച്ച കുക്കുംബറും കൂടി ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഓംലെറ്റും കൂടി വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഗ്രേറ്റ് ചെയ്ത് വെച്ച മൊസറല്ല ചീസും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു ബ്രെഡ് പീസും കൂടി ഇതിന് മുകളിൽ വെച്ച് കൊടുക്കാം. നേരത്തെ ചെയ്തതുപോലെ തന്നെ കുറച്ച് മയോണൈസും കൂടി പുരട്ടി കൊടുക്കാം. അതേപോലെ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിന് മുകളിൽ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടി ഇട്ട് കൊടുക്കാം. അവസാനമായി ഒരു ബ്രെഡ് പീസും കൂടി ഇതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ക്ലബ് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നിങ്ങളും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. കൂടാതെ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്